വ്യക്തിഗത വായ്പകൾ അഥവാ പേഴ്സണൽ ലോൺസ് എന്ന് പറയുന്നത് ഒരു രീതിയിലുള്ള ഈടോ ജാമ്യമോ നൽകാതെ ലഭിക്കുന്ന വായ്പകളാണ് ഈ വ്യക്തിഗത വായ്പകൾ അഥവാ പേഴ്സണൽ ലോൺസ്. വായ്പയ്ക്ക് അപേക്ഷിക്കുന്നതോടെ ക്രെഡിറ്റ് പ്രൊഫൈൽ മാത്രം പരിഗണിച്ചാണ് വായ്പ നൽകുന്നത്. ഈ ക്രെഡിറ്റ് പ്രൊഫൈൽ എന്ന് പറയുന്നത് വായ്പയ്ക്ക് അപേക്ഷിക്കുന്ന വ്യക്തിയുടെ ജോലി, അതുപോലെ തന്നെ സിബിൽ സ്കോർ, പ്രതിമാസ വരുമാനം, പ്രായം തുടങ്ങിയ പരിഗണിച്ചാണ് ഇങ്ങനെയുള്ള വായ്പകൾ ബാങ്കുകൾ നൽകാറുള്ളത്. ഇന്ത്യയിലെ പ്രമുഖ പ്രൈവറ്റ് ബാങ്കുകളിൽ ഒന്നായ കൊടാക് മഹീന്ദ്ര ബാങ്ക് നിലവിൽ അവരുടെ കസ്റ്റമേഴ്സിനും കസ്റ്റമേഴ്സ് അല്ലാത്തവർക്കും അവരുടെ വെബ്സൈറ്റ് പ്രകാരം വ്യക്തിഗത വായ്പകൾ അഥവാ പേഴ്സണൽ ലോൺസ് നൽകാറുണ്ട്. ഈ വ്യക്തിഗത വായ്പകളുടെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ യൂട്യൂബ് ചാനൽ അനേകം വ്യക്തിഗത വായ്പകളുടെയും അതുപോലെ മറ്റ് ലോണുകളുടെയും ഷെയർ മാർക്കറ്റിന്റെയും ഒക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോസ് ഒക്കെ യഥേഷ്ടം നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനാബിൾ ചെയ്യുക. എൻ്റെ പേര് ക്ലിൻസ് മണിവളി. വെൽക്കം ടു മൈ ചാനൽ. നിലവിൽ 40 ലക്ഷം രൂപ വരെയാണ് കൊടാക് മഹീന്ദ്ര ബാങ്ക് വ്യക്തിഗത വായ്പ ഇനത്തിൽ നൽകാറുള്ളത്. 5 ലക്ഷം രൂപ വരെയുള്ള വ്യക്തിഗത വായ്പകൾ ഉടനടി നമുക്ക് ഓൺലൈൻ വഴി അപേക്ഷിച്ചാൽ ലഭിക്കും. എന്നാൽ 5 ലക്ഷത്തിന് മുകളിലാണ് വായ്പ എടുക്കുന്നതെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ നമുക്ക് വായ്പ ലഭിക്കുമെന്നാണ് ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് പ്രകാരം നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. വാർഷിക പലിശ നിരക്ക് ആരംഭിക്കുന്നത് 10.99%. ഈ വാർഷിക പലിശ നിരക്ക് നമ്മളുടെ സിബിൽ സ്കോർ, അതുപോലെ നമ്മുടെ പ്രതിമാസ വരുമാനം, നമ്മളുടെ ജോലി സ്ഥിരത, പിന്നെ ബാങ്കുമായിട്ടുള്ള റിലേഷൻ തുടങ്ങിയ പരിഗണിച്ചാണ് എന്തുമാത്രം പലിശ നിരക്ക് വ്യക്തികളിൽ നിന്ന് ഈടാക്കണമെന്ന് ബാങ്ക് നിശ്ചയിച്ചിരിക്കുന്നത്. തിരിച്ചടവ് കാലാവധി പരമാവധി 60 മാസം വരെ ലഭിക്കും. ഇനി ആർക്കൊക്കെ ഈ വായ്പയ്ക്ക് അർഹതയുണ്ടെന്ന് നോക്കാം. 21നും 60നും ഇടയിൽ പ്രായമുള്ള ഗവൺമെന്റ് സർവീസിലോ മൾട്ടിനാഷണൽ കമ്പനികളിലോ മറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികളിലോ ജോലി ചെയ്യുന്ന സാലറി ആയിട്ടുള്ള വ്യക്തികൾക്കാണ് ഈ വായ്പ ലഭ്യമാകുന്നത്. അപ്പൊ പലരുടെ സംശയമാണ് ഗവൺമെന്റ് സർവീസിലുള്ളവർക്ക് വ്യക്തിഗത വായ്പകൾ ലഭ്യമാവുകയുള്ളതെന്ന്. അതൊരു തെറ്റിദ്ധാരണയാണ്. പ്രൈവറ്റ് മേഖലയിലുള്ളവർക്കും ഈ വായ്പകൾ ലഭ്യമാകും. എന്നാൽ ഗവൺമെന്റ് സർവീസിലാണെങ്കിൽ നിങ്ങൾക്ക് സ്ഥിര ഒരു വരുമാനം എല്ലാ മാസവും കറക്റ്റ് ഡേറ്റിൽ ക്രെഡിറ്റ് ആകുക എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഗവൺമെന്റ് സർവീസിലുള്ളവർക്ക് കൂടുതലും വായ്പ ലഭ്യമാകാനുള്ള കാരണം. ഈ വായ്പ ലഭ്യമാകാൻ നിങ്ങൾ കൊടാക് മഹീന്ദ്ര ബാങ്കിലാണ് നിങ്ങളുടെ സാലറി അക്കൗണ്ട് എങ്കിൽ നിങ്ങൾക്ക് കുറഞ്ഞത് 25,000 രൂപ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് 30,000 രൂപ കുറഞ്ഞ പ്രതിമാസ വരുമാനം ഉണ്ടായിരിക്കണം. നിങ്ങൾ കൊടാക് മഹീന്ദ്ര ബാങ്കിന്റെ എംപ്ലോയി ആണെങ്കിൽ നിങ്ങൾക്ക് കുറഞ്ഞ പ്രതിമാസ വരുമാനം 20,000 രൂപ മാത്രം മതി. കൂടാതെ കുറഞ്ഞത് 1 വർഷമായിട്ടെങ്കിലും നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. പിന്നെ സിബിൽ സ്കോറിന്റെ കാര്യം നമുക്ക് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. സിബിൽ സ്കോർ 750 മുകളിൽ ഉണ്ടായിരിക്കണം. ഈ സിബിൽ സ്കോർ എങ്ങനെ ഫ്രീ ആയിട്ട് ചെക്ക് ചെയ്യാം, സിബിൽ സ്കോർ എന്താണ്, എങ്ങനെ ഇത് കുറയുന്ന, അതിന് കൂടുന്ന എങ്ങനെയാണ്, ഇത് തുടങ്ങിയ വിവരങ്ങൾ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സിബിൽ സ്കോറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കാണുവാൻ സാധിക്കും. മറ്റ് ചാർജുകളൊക്കെ നമുക്ക് നോക്കാം. പ്രോസസ്സിംഗ് ഫീസ് എടുത്ത വായ്പയുടെ 3%. പിന്നെ EMI ഓവർഡ്യൂ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് EMIയുടെ ഔട്ട്സ്റ്റാൻഡിങ്ങിന്റെ 3% പലിശ അവർ ഈടാക്കും. അതുപോലെ തന്നെ ഫോർക്ലോസർ ചാർജും ഉണ്ട്. ഫോർക്ലോസർ ചാർജ് എന്ന് പറയുന്നത് കാലാവധിക്ക് മുമ്പ് നമ്മൾ തിരിച്ചടയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ബാങ്ക് ഒരു ചാർജ് ഈടാക്കും. അത് ഔട്ട്സ്റ്റാൻഡിങ്ങിന്റെ 4% പ്ലസ് GST ആണ്. 5 ലക്ഷം രൂപ വരെയുള്ള വായ്പകൾ നമ്മൾ വായ്പയ്ക്ക് അപേക്ഷിച്ച് ഉടനടി ഡോക്യുമെന്റ്സ് എല്ലാം ഓക്കെ ആണെങ്കിൽ ഉടനടി നമുക്ക് വായ്പ ലഭ്യമാകുമെന്നാണ് അവർ പറയുന്നത് അവരുടെ വെബ്സൈറ്റ് പ്രകാരം. 5 ലക്ഷത്തിന് മുകളിലുള്ള വായ്പകളാണെങ്കിൽ അവർ 48 മണിക്കൂറിനുള്ളിൽ നമ്മുടെ ഡോക്യുമെന്റ്സ് എല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്ക് ലഭ്യമാക്കുമെന്നാണ് അവർ പറയുന്നത്. അപ്പൊ മനസ്സിലാക്കേണ്ടത് നല്ല സിബിൽ സ്കോർ ഉണ്ടായിരിക്കണം, അതാണ് പ്രധാന ഘടകം. പിന്നെ നല്ലൊരു പ്രതിമാസ വരുമാനവും. ഈ രണ്ടും പരിഗണിച്ചാണ് നമുക്ക് എന്തുമാത്രം വായ്പ തുക, തിരിച്ചടവ്, പലിശ നിരക്കെല്ലാം ബാങ്ക് തീരുമാനിക്കുന്നത്. ഇനി ഇതിന് എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണമെന്ന് നോക്കാം. വായ്പയ്ക്ക് അപേക്ഷിക്കുന്ന വ്യക്തിയുടെ പാൻ കാർഡ്, ആധാർ കാർഡ്, 3 മാസത്തെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ്, 3 മാസത്തെ സാലറി സ്ലിപ്പ് തുടങ്ങിയ രേഖകളാണ് പ്രധാനമായിട്ടും വേണ്ടത്. കൂടാതെ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, പിന്നെ ഒരു ആപ്ലിക്കേഷൻ ഫോം നമ്മൾ ഫില്ല് ചെയ്യണം. ഇത് ഓൺലൈൻ വഴി നമുക്ക് അപേക്ഷിക്കുവാൻ സാധിക്കും. അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കും. കൊടാക് മഹീന്ദ്ര ബാങ്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറുക. അവിടെ പേഴ്സണൽ ലോൺസ് എന്നുള്ളൊരു പേജ് നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഈ പേഴ്സണൽ ലോൺസിന്റെ അവിടെ അപ്ലൈ നൗ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഡയറക്റ്റ് അപേക്ഷിക്കുവാൻ സാധിക്കും. ഈ വായ്പയെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ വീഡിയോയുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വായ്പ എടുത്തവർ അവരുടെ അനുഭവങ്ങളും പങ്കുവെക്കുക. ഈ വായ്പയ്ക്ക് അപേക്ഷിക്കുവാൻ നിങ്ങൾക്ക് അതിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള കൊടാക് മഹീന്ദ്ര ബാങ്കുമായി നേരിൽ ബന്ധപ്പെടുക. എങ്കിൽ പിന്നെ പുതിയൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.